വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈസി ടേസ്റ്റി ക്യൂസിൻ. അപ്പം നമ്മൾക്ക് റൈസ് സീരീസ് തുടരാം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തേങ്ങാ സാധമാണ് അല്ലേ, തേങ്ങാച്ചോറ്. ഈ തേങ്ങാച്ചോറിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു എന്താ പറയുക, എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ട്, ഇപ്പോഴും ഫ്രണ്ടാണ്, ജാസ്മിൻ. അവൾ കോട്ടയത്താണ് ഇപ്പം. അപ്പം അവൾ പണ്ട് മദ്രാസിലായിരുന്നപ്പോഴത്തേന് പണ്ടേ ഇങ്ങനെ തേങ്ങാച്ചോറ് ഉണ്ടാക്കണം, തേങ്ങാച്ചോറ് അവൾ ചെയ്ത് ഇത് ചെയ്തിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് അപ്പം എന്നെ കൊതിപ്പിച്ചിട്ടുണ്ട്. അപ്പം അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചെയ്ത് തരണം, പക്ഷെ ഇതുവരെയും അവൾ ചെയ്ത് തന്നിട്ടില്ല. ഇനി അവൾ ചെയ്തത് ഇങ്ങനെ തന്നെ ആണോന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതിൻ്റെ പേര് തേങ്ങാച്ചോറാണെന്നുള്ളത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. നമുക്ക് എന്താ പറയുക, ഇൻഗ്രീഡിയൻസ് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, പക്ഷെ സംഭവം എളുപ്പമാണ്. വേറെ ഒന്നുമില്ല, നമ്മുടെ ജീരകം, പിന്നെ കടുക്, കായം, പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിക്കാം. തേങ്ങ ചിരകിയത് വേണം, പിന്നെ പച്ചമുളകും ഇഞ്ചിയും, കുറച്ച് കറിവേപ്പില, ഇതിൻ്റെ പേര് ഞാൻ വീണ്ടും മറന്നു, അത് പിന്നെ ഓർക്കുമ്പം പറയാം. പിന്നെ കടലയല്ല, ഉഴുന്ന് പരിപ്പ്, പിന്നെ നമ്മുടെ പൊട്ടുകടലയില്ലേ അത്, പിന്നെന്താ, ഇത് സെസമി സീഡ്സ് അല്ലെങ്കിൽ എള്ള് കേട്ടോ. പിന്നെ ഞാൻ ഒരു കപ്പ് ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് അതിൻ്റെ ബസ്മതി റൈസ് നേരെ കുതിരാൻ ഇടുമൊന്നും വേണ്ട, നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഒരു കപ്പ് ചോറ് വേവിച്ച് വെച്ചാൽ പെട്ടെന്ന് തയ്യാറാക്കാം. ഇൻഗ്രീഡിയൻസ് ഇത്രയൊക്കെ ഉള്ളതെന്നുള്ളൂ, പക്ഷെ സംഭവം വളരെ ഈസിയാണ്. അപ്പം ചോദിച്ച് നമുക്ക് പറഞ്ഞു നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ പോലെ എണ്ണ ഒഴിച്ചു കൊടുക്കാവേ, കുറച്ച് എണ്ണ മതി. അത് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിടുന്നുണ്ട്. കടുകിരുന്ന് അവിടെ ഒന്ന് പൊട്ടട്ടെ. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പച്ചമുളകും ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കാൽ ടു അര ടീസ്പൂൺ എന്താ പറയുക, ജീരകം, പിന്നെ കടല, ഉഴുന്ന് പരിപ്പ്, പിന്നെ സെസമി സീഡ്. ഇതൊന്നും ഒരു എത്ര പറയാ, ഒരു കുറച്ച് നേരം, അതറിയാമല്ലോ നമുക്കൊന്ന് അത് കളറൊന്നും മാറണ്ട, അതൊന്ന് മൂത്ത് വരുന്ന സമയം അത്രയും നേരം ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. ഈ സമയം നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചോറൊന്നും ഉപ്പിട്ട് വേവിച്ചല്ല, അതുകൊണ്ട് 1 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴേ ഇതുപോലെ ഒരു പാത്രം എടുത്ത് സൈഡിലൊക്കെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഈ നമുക്ക് സ്പൂണൊക്കെ നമുക്ക് ഇത് ചെയ്തിട്ട് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണയോടുകൂടി സ്പൂണല്ലേ, തവിയൊക്കെ ഇട്ട് വെക്കാൻ, ഇങ്ങനെ എടുത്ത് വെക്കാൻ നല്ലതായിട്ട്. അപ്പം വേറെ നമ്മുടെ സ്റ്റവിൻ്റെ മുകളിലോ ഒന്നും എന്താ പറയുക, എണ്ണ ഇങ്ങനെ ആവത്തില്ല. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു കായ ഇടണേ, കുറച്ച് മതി. നമ്മൾ തേങ്ങ ചിരകി വെച്ചിട്ടില്ലേ, അതിൻ്റെ ഒരു 1/4 ഭാഗം, കുറച്ച് ഭാഗം ഗാർണിഷ് ചെയ്യാൻ വെച്ചേക്കണം കേട്ടോ. ഇത്രയും തേങ്ങ, ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കും. ഇത്രയേ ഉള്ളൂ, സംഭവം കഴിഞ്ഞു. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ വേണമെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തോളൂ കേട്ടോ, കരിഞ്ഞു പോകണ്ട. ഉപ്പ് വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. എന്താ പറയുക, നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ ഇതില്ലേ ഡ്രൈ ചില്ലി ഇല്ലേ, അത് രണ്ടുകൂടി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചേർത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതിൽ തേങ്ങയുടെ അളവെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മാറ്റുകയും, ഞാൻ പറയുന്ന പോലെ നമ്മുടെ അവൈലബിലിറ്റിയും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഉപ്പും തേങ്ങയുടെ അളവൊക്കെ മാറ്റാം കേട്ടോ. നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ സിമ്പിൾ അല്ലേ. നമ്മൾ ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും അല്ലേ, ഉള്ള സാധനങ്ങൾ തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് നമ്മളങ്ങനെ വാങ്ങിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും പപ്പടോ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല എന്താ പറയുക, പിന്നെ മക്കൾക്കൊക്കെ കൊടുത്തുവിടാൻ പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ.